നമസ്കാരം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താലിബാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അഫ്ഗാൻ പെൺകുട്ടികൾക്കിടയിലെ ശൈശവ വിവാഹങ്ങളുടെ എണ്ണം 25% വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. UN സ്ത്രീകൾ കുടിയേറ്റത്തിനുള്ള അന്താരാഷ്ട്ര സംഘടന, അഫ്ഗാനിസ്ഥാനിലെ യുണൈറ്റഡ് നേഷൻസ് അസിസ്റ്റൻസ് മിഷൻ എന്നിവ സംയുക്തമായാണ് വിശകലനം നടത്തിയത്. UN ഏജൻസികൾ ഈ റിപ്പോർട്ടിലൂടെ അഫ്ഗാൻ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അവരുടെ ആവശ്യങ്ങളും എടുത്തു കാണിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേലുള്ള താലിബാൻ നിയന്ത്രണങ്ങൾ തുടരുന്നത് ശൈശവ വിവാഹങ്ങളെ 25% വർദ്ധിപ്പിക്കും. നേരത്തെയുള്ള പ്രസവം 45% വർദ്ധിപ്പിക്കുകയും മാതൃമരണ സാധ്യത 50% വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിലവിൽ 82% അഫ്ഗാൻ സ്ത്രീകളും അവരുടെ മാനസികാരോഗ്യം മോശമാണെന്ന് കരുതുന്നു. 6ാം ക്ലാസ്സിനപ്പുറം പെൺകുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അഫ്ഗാൻ സ്ത്രീകളെ സർവകലാശാലയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. UN ഏജൻസികൾ പുറത്തിറക്കിയ സംയുക്ത അവലോകനം അനുസരിച്ച് താലിബാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കിടയിലും അഫ്ഗാൻ സ്ത്രീകൾ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടം ഉപേക്ഷിച്ചിട്ടില്ല. അഫ്ഗാൻ ഭരണം ഏറ്റെടുത്ത ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും രാജ്യത്തെ NGO പ്രവർത്തനങ്ങൾക്കും താലിബാൻ ഏർപ്പെടുത്തിയ നിരോധനം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക വസ്ത്രധാരണം പിന്തുടരാത്ത സ്ത്രീകളെ ജോലിയിൽ നിന്ന് വിലക്കണമെന്ന് രാജ്യത്തെ എല്ലാ NGOകളോടും താലിബാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിരോധനം താൽക്കാലികമാണെന്നായിരുന്നു താലിബാൻ അവകാശവാദം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനും NGO പ്രവർത്തനങ്ങൾക്കും ഏർപ്പെടുത്തിയ നിരോധനം അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ ഇസ്ലാമിക ശിരോവസ്ത്രമോ ഹിജാബോ ശരിയായി ധരിക്കാത്തതിനാലും ലിംഗവേർതിരിവ് നിയമങ്ങൾ പാലിക്കാത്തതിനാലുമുള്ള താൽക്കാലിക വിലക്കാണിതെന്ന് താലിബാൻ ന്യായീകരിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.